തമിഴ് ദയാലൻ്റെ സംവിധാനത്തിൽ ഷീല രാജ്കുമാർ, ആദവൻ എം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു സിനിമയാണ് ഗവി. നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഗവിയല്ല, മറിച്ച് കൊടൈക്കനാലിലെ മലനിരകളാൽ ഒറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം. ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ആ കൊച്ചു ഗ്രാമം തന്നെയാണ്. കാരണം ഈ സിനിമ ആ ഗ്രാമത്തിൻ്റെ കഥയാണ് പറയുന്നത്. തമിഴ് ദയാലനും ഈ സിനിമയുടെ DOPയുമായ ജഗൻ സൂര്യയും പിന്നെ മറ്റ് ക്രൂ മെമ്പേഴ്സും എല്ലാവരും കൂടി ഗവിയിൽ പോയി ഏകദേശം 3 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഹാർഡ് വർക്കിൻ്റെ ഒരു എഫേർട്ട് നമുക്ക് കൃത്യമായിട്ട് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ കൃത്യമായ ആ 3 വർഷം അവിടെ ചെന്ന് ചെലവഴിച്ച് ആ ഗ്രാമത്തിൻ്റെ ആത്മാവിനെ പഠിച്ചാൽ, ആ ഗ്രാമത്തിൻ്റെ സ്പിരിറ്റ് അറിഞ്ഞ് അവിടുത്തെ ആളുകളുടെ കൾച്ചർ, അവരുടെ പ്രശ്നങ്ങൾ, ഇതിനെപ്പറ്റിയെല്ലാം പഠിച്ചാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയറക്ടറുമായിട്ട് സംസാരിക്കാനിടയുണ്ടായി. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അത് എന്നോട് പറഞ്ഞത്, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൊടൈക്കനാൽ എന്ന് പറയുന്നത് ഒരു ക്വീൻ ഓഫ് ഹിൽസ് ആണ്. ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്നും ഈ ഗ്രാമത്തിന് ഇത്തരം ഒരു കഥ പറയാനുണ്ടെന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിട്ട് ഈ ഗ്രാമത്തിൻ്റെ കഥ പറയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഈ സിനിമയിലെ സംവിധായകൻ, DOP തുടങ്ങിയ മറ്റ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരു ന്യൂ കമ്മറാണ്. ഇതെല്ലാം എന്നോട് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വരുവാണെങ്കിൽ ആദവൻ എം, ഷീല രാജ്കുമാർ ആണ് ഈ സിനിമയിലെ 2 ലീഡ് റോളുകൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരിക്കലും ഈ 2 കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഗവി എന്ന സ്ഥലം തന്നെയാണ്. സംവിധായകനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ആരുമില്ല. ഈ സിനിമയിൽ ഗ്രാമവാസികളായിട്ട് അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും ആ ഗ്രാമത്തിൽ വസിക്കുന്നവർ തന്നെയാണ്. അവർക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ സിനിമയിലെ ഇമോഷൻസ് നമുക്ക് ഇത്രയും കണക്റ്റ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ സിനിമയിലെ ഈ ഗ്രാമവാസികൾ തന്നെയാണ്. ഒരു പക്ഷേ ഈ ഗ്രാമവാസികൾ ഈ കഥാപാത്രങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും ഇമോഷണലി കണക്റ്റ് ആവാൻ സാധിക്കുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്രയും കണക്റ്റ് ആവണമെന്നില്ല. അത് ഒരു റൈറ്റ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. ആദവൻ്റെ ഫിലിമോഗ്രഫിയിൽ എന്നും എടുത്തു പറയാൻ പറ്റത്തക്ക ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഗവിയിലേത്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ സതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് ഷീല രാജ്കുമാർ. സൗബിനുമായി ഒത്ത് തോണിയിൽ വരുന്ന ആ ഒരൊറ്റ സീൻ മതി നമുക്ക് ഷീല രാജ്കുമാറിനെ എന്നും ഓർത്തിരിക്കാൻ. കുമ്പളങ്ങി നൈറ്റ്സിൽ നിന്ന് ഗവിയിലേക്ക് എത്തുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. സിനിമ കഴിഞ്ഞിറങ്ങി മാമുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കേണ്ട മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ അവരനുഭവിച്ച കഷ്ടപ്പാട് എന്നോട് പങ്കുവെക്കുകയുണ്ടായി. ஃபுல் எனக்கு நைட் சீக்வன்ஸ் தான் மைனஸில் தான் இருந்தது. டிகிரி வந்து நான் 2-3 சீன்லலாம் வந்து ஸ்டிஃப் ஆயிடுச்சு. என் பாடி லைக் பிளட் ஃப்ளோவே ஆகலை. என்னை தூக்கிட்டு வந்து கேம்ப் ஃபயர்லாம் போட்டு தான் வந்து லைக் நார்மலைஸ் ஆனேன். பாடி டெம்பரேச்சர் ரொம்ப லோ ஆயிடுச்சு. எனக்கு குளிர் தாங்க முடியல. കൊടൈക്കനാലിലെ കൊടും തണുപ്പിൽ ഒരു സ്വെറ്ററോ ഒരു വിൻഡ് ബ്രേക്കറോ ഒന്നും തന്നെ ധരിക്കാതെ ഒട്ടനവധി സീനുകൾ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു മടിയും കൂടാതെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അവർ ഏറ്റെടുത്തത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഗവി എന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷീല രാജ്കുമാറും ആദവനും അവരുമായിട്ട് ഭയങ്കരമായ കണക്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരും ആ നാട്ടുകാരായിരുന്നു എന്ന്. ആ തരത്തിലാണ് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിരിക്കുന്നത്. പിന്നീട് ഈ സിനിമയിൽ എനിക്ക് കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയാനായിട്ട് തോന്നുന്നത് ട്രാൻസ്ജെൻഡറെ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. സാധാരണഗതിയിൽ ഒരു ട്രാൻസ്ജെൻഡറിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല ഈ സിനിമയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അവരുടെ ഇമോഷൻസും അവരുടെ വിഷമങ്ങളും അവരുടെ പ്രശ്നങ്ങളും കൃത്യമായ രീതിയിൽ അവർ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടറിന് വേറൊരു ക്യാരക്ടർ ഗ്രാഫ് തന്നെ കൊടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വെറുതെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിടാതെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഈ കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഷീല രാജ്കുമാറിൻ്റെ അനിയനായി അവതരിപ്പിച്ച കഥാപാത്രവും, ഹോസ്പിറ്റലിൽ അറ്റൻഡറായിട്ട് വന്ന കഥാപാത്രവും, ഹോസ്പിറ്റലിലെ പുതിയ ഡോക്ടറായി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ എല്ലാം ക്രൂഷ്യൽ റോളുകളാണ് സിനിമയിൽ. ബോഡി ഷെയ്മിങ് അനുഭവിക്കേണ്ടി വന്ന ഒരാളും കൂടിയുണ്ട്. അതൊക്കെ നമ്മളെ വല്ലാത്ത രീതിയിൽ മനസ്സലിയിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാവരുടെയും അഭിനയം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റ് ഒന്നും ഒരു മിസ്കാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിപ്പിങ്ങിലൂടെയാണ്. ആ ഒരു AI ജനറേറ്റഡ് ക്ലിപ്പിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ കൊച്ചു ഗ്രാമം അവിടെ ഒറ്റപ്പെട്ടതും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന്. മുമ്പോട്ട് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന 1-2 സീനുകൾ മാത്രം നമുക്ക് മതി ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാൻ. സിനിമയുടെ തുടക്കത്തിൽ 1-2 അതിമനോഹരമായ ഏരിയൽ ഷോട്ടുകളുണ്ട്. രാഷ്ട്രീയക്കാർ എന്തിനാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നതെന്നും എന്താണ് രാഷ്ട്രീയക്കാർക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് ഉണ്ടാകുന്ന നേട്ടമെന്നും
കൃത്യമായിട്ട് പറയുന്ന രീതിയിലുള്ള 1-2 ഷോട്ടുകളുണ്ട്. അത് കണ്ടറിയുന്നവർക്ക് തന്നെ മനസ്സിലാവും. ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ആദിവാസി സമൂഹത്തെ എങ്ങനെയാണ് അടിച്ചമർത്തുന്നതെന്നും എല്ലാം കാണിച്ചാണ് മുൻപോട്ട് സിനിമ പോകുന്നത്. ഏരിയൽ ഷോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഒരു ഷോട്ടിൽ ഈ ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് നമുക്ക് രജിസ്റ്റർ ആക്കുന്ന രീതിയിലാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഈ സിനിമയുടെ സംവിധായകന്റെയും ക്യാമറാമാൻ്റെയും ഒരു ബ്രില്യൻസ് തന്നെയാണ്. സംവിധായകൻ തമിഴ് ദയാലന്റെ വിഷനെ ഇത്രത്തോളം എഫക്റ്റീവായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ DOP ആയിട്ടുള്ള ജഗൻ ജയസൂര്യയുടെ ഒരു വിഷനും കൂടിയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് ആളുകൾ ചോദിക്കുകയുണ്ടായി, എന്താണ് കുറേ ഷോട്ടുകൾ ഭയങ്കര ജെർക്കായിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ പർപ്പസ്ഫുള്ളി എടുത്തതാണെന്നും ഈ സിനിമയുടെ വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി അതെല്ലാം പ്രാധാന്യമുള്ളതാണെന്നും അദ്ദേഹം പറയുണ്ടായി. വളരെ ചെറിയ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ടാണ് ഇവർ ഇത്തരം ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. സിനിമയിലെ ഒട്ടുമിക്ക ഷോട്ടുകളും എടുത്തു പറയേണ്ടതാണ്, അത് കണ്ട് അനുഭവിക്കേണ്ടതാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അനുഭവിക്കേണ്ട കുറേ ഷോട്ടുകൾ ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സിനിമയുടെ 1-2 സീനുകളിൽ ടോർച്ച് ലൈറ്റ് മാത്രം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത കുറച്ച് സീനുകളുണ്ട്. അതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ലിമിറ്റഡ് ലൈറ്റ് സോഴ്സ് കൊണ്ട് ഇവർക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ആ രീതിയിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളി ആണ് ഇതിൻ്റെ വിഷ്വൽ എല്ലാം അവർ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമുക്ക് അവയർനെസ് തരുന്നതുമായിട്ടുള്ള സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമകളാവണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇത്തരം സിനിമകൾ മുൻപോട്ട് പാൻ ഇന്ത്യൻ സിനിമകളാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.